ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ രാവിലെ കിച്ചണിലേക്ക് കയറുമ്പം ഇതുപോലൊരു ഹാപ്പി മൂഡാണ്. കാരണം എല്ലാം വൈകുന്നേരം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിച്ചണിലേക്ക് മോർണിംഗിൽ കയറി വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബല്ലേ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഞാനും രാവിലെ കിച്ചണിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഈ ഒരു കിച്ചൺ കാണുന്നതാണ് എൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ തന്നെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ അപ്പത്തിന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചെറിയ മുട്ടയില്ലേ, നമ്മുടെ കാടമുട്ട, അത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാടുമുട്ടയുടെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മുട്ടത്തോല് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വലിയ മുട്ടയെക്കാളും ഈ കുഞ്ഞു മുട്ട കളയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കാരണം ഈ നഖത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു കുഞ്ഞു പീസ് കയറിയുണ്ടല്ലോ, എന്തൊരു ഇരുന്നിട്ടൊരു പ്രാവശ്യം എൻ്റെ നഖം ഇങ്ങനെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ട് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തു. ഞാൻ കുക്കറിലാണ് കേട്ടോ മുട്ട റോസ്റ്റ് ചെയ്തെടുക്കാറ്. ഇപ്രാവശ്യം ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക, നമുക്ക് ഗ്രേവി കറക്റ്റ് റോസ്റ്റ് പോലെയല്ല, ഒരല്പം ഗ്രേവി പരുവത്തിലാണ് ചെയ്യുന്നത്. എന്നാലും അതും നമ്മുടെ കുക്കറിൽ തന്നെ എല്ലാ മസാലകളും ചേർത്ത് നമ്മുടെ സവോളയൊക്കെ വഴറ്റുണ്ട്. ജസ്റ്റ് 2 വിസിലടിച്ച് വേവിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കോഴിമുട്ടയാണെങ്കിൽ കോഴിമുട്ട, അല്ലെങ്കിൽ കാടമുട്ടയാണെങ്കിൽ കാടമുട്ട ഒന്ന് ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ നമുക്ക് ഗ്രേവി പോലെ കിട്ടിയത്. അല്ലെങ്കിൽ പൊതിഞ്ഞ റോസ്റ്റായിട്ടാണ് കിട്ടുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ഡാർക്ക് കളർ നമുക്ക് കിട്ടും. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റ് സെയിം ചെയ്തെടുക്കാനായിട്ട് ഒരു കുക്കർ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളും കഴുകണ്ട, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഗ്രേവി ആയിട്ടുള്ള കറി അവിടെ റെഡി ആയിട്ടുള്ള അതങ്ങ് നീക്കി വെച്ചു. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് പരമാവധി ഈസ്റ്റ് ചേർക്കാതിരിക്കാനായിട്ട് നോക്കും ഞാൻ മാവ് കലക്കുമ്പോൾ. അങ്ങനെയാവുമ്പോൾ നമ്മൾ മാവ് അരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അരി അരയ്ക്കാനായിട്ട് വെക്കുന്ന നാളികേരത്തിൻ്റെ വെള്ളമില്ലേ, അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഞാൻ പുറത്ത് വയ്ക്കും. എന്നിട്ട് അരയ്ക്കുന്ന സമയത്ത് ഈ നാളികേര വെള്ളം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാവെള്ളവും ഈ പഞ്ചസാരയും ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് ഒന്നും ചേർത്ത് കലക്കിയെടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ വീട്ടിൽ ചെയ്യാറ് സാധാരണ പച്ചരി, ചിലപ്പോൾ റേഷൻ്റെ പച്ചരിയാവും. അതിനകത്തേക്ക് ഒരല്പം ചോറും തേങ്ങയും പഞ്ചസാരയും ഒരല്പം ഉപ്പും ചേർത്ത് അരച്ച് കലക്കി വെക്കാറേ പതിവ്. അങ്ങനെ ഞാൻ നമ്മുടെ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇന്ന് ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മീൻ വറുക്കാൻ വാങ്ങിച്ചിട്ടുണ്ട്, മീൻ കറി വെക്കാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെയാണ് മക്കൾ സമ്മർ ക്യാമ്പിന് പോയി. മമ്മിയും ഡാഡി നമ്മുടെ വീട്ടിലുണ്ട്. മമ്മിയും ഈറ്റും കൂടെ കൂടിയിട്ട് ഡോക്ടറെ കാണാൻ കുറച്ച് മരുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമാണ് കേട്ടോ ഞാനിത് വേഗം കുക്ക് ചെയ്യുന്നത്. രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിയണം. ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് കിച്ചണിലായിരിക്കുക. ഈ വെക്കേഷൻ ടൈമും കൂടെ നമ്മൾ അങ്ങനെ ചെയ്തെടുത്താൽ എന്താവും അവസ്ഥ അല്ലേ? നമുക്ക് പകലെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണ്ടേ. അപ്പോൾ പകൽ ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളത് ഈ ഒരു വെക്കേഷനിൽ എന്തായാലും നിർബന്ധമായി പാലിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ്, രാവിലെ തന്നെ അത് തൊട്ട് ഇത് തൊട്ട് അത് തൊട്ട് ഇത് തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ പണിയുണ്ടാവും. നമ്മൾ വിചാരിക്കുക എന്നും സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്നത് പോലെ ആ 9 മണിയാകുമ്പോൾ ഫ്രീ ആയാൽ നമ്മളും ഫ്രീ ആയി. എന്നും ആ 7:15 പണിയെല്ലാം അവസാനിപ്പിക്കുന്നതല്ലേ. പിന്നെ എന്തിനാ വീട്ടിൽ നിൽക്കാന്ന് വെച്ചിട്ട് ഫുൾ ടൈം ഇതും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യവും നമ്മുടെ നടക്കാണ്ട് പോകും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഓരോ ദിവസം ഓരോന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മീനും അതുപോലെ തന്നെ ബീഫും ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വറുക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും. ബീഫ് ഞാനിങ്ങനെ വിചാരിച്ചു അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നാളികേരം കൊത്തിട്ടിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം, കറിയായിട്ട് വെക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു. അതൊരു പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പകുതി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായെന്ന് ഡീറ്റെയിൽ ചെയ്താൽ നമുക്ക് വേഗം കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ ആ ക്ലീനിങ് കഴിയുമ്പോൾ മെയിൻ കിച്ചണിലാണ് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തത്. സാധാരണ ഞാൻ വർക്കിംഗ് കിച്ചണിലാണ് കേട്ടോ ചെയ്യാറ്. ഇപ്രാവശ്യം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ദാരിദ്ര്യം കാരണം മെയിൻ കിച്ചണാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിങ്കിൽ പെട്ടെന്ന് കഴുകിയേ ഉള്ളൂ. പൊതുവേ ഇത് പതിവില്ല. ഇവിടെ പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കഴുകാൻ വേണ്ടി മാത്രമാണ് ഈ സിങ്ക് ഉപയോഗിക്കാറ്.
ഇന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു എന്താ പറയുക സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അടുക്കളയിലും അല്ലെങ്കിൽ അകത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മീൻ കറി വെക്കാനായിട്ട് തൃശ്ശൂർ സ്റ്റൈല് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ മാങ്ങാക്കറി അതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. രണ്ട് തരത്തിലാണ് ഇപ്പോഴും എനിക്ക് തോന്നാറ്. കാരണം എൻ്റെ വീട്ടിലാണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ പൊതുവേ രണ്ട് തരത്തിലാണ് മീൻ കറി വെക്കുക. ഒന്നുകിൽ മീൻ വറ്റിച്ച് വെക്കും. വറ്റിച്ച് വെക്കുക മീൻസ് മുളകിട്ട് വെക്കുക എന്ന് പറയില്ലേ, അത് വെക്കും. അല്ല അതിങ്ങനെ നമ്മുടെ തുണ്ടൻ കഷ്ണങ്ങളുള്ള മീനില്ലേ, അതാണ് വെക്കാറ്. ഇനി അതല്ലെങ്കിൽ മീൻ തേങ്ങ അരച്ച് വെച്ച കറി എന്നാ പറയാം. തേങ്ങ പാല് പിഴിയുന്ന കറി എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനമ്മ ഞങ്ങൾ വളർന്ന വീട്ടിൽ ഒരിക്കലും വെക്കാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തേങ്ങ പാല് പിഴിഞ്ഞ കറിയാണ് നമ്മൾ തൃശ്ശൂർ കാണാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കിംഗ് ക്ലാസ്സുകളും അല്ലെങ്കിൽ എൻ്റെ കുക്കിങ്ങും ആരംഭിച്ചത് എൻ്റെ കല്യാണത്തിന് ശേഷമായതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചിരിക്കുന്നത് ഇതാണ്, ഞാൻ പഠിച്ചത്. ബാക്കി കണ്ടു പഠിച്ചത് എൻ്റെ രീതിയും രണ്ടും മിക്സാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ തന്നെ വെക്കുന്നത്. തറവാട്ടിൽ നിന്ന് വന്നപ്പം നല്ല പുളിയുള്ള മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മാങ്ങയൊക്കെ പഴുത്തു പോയല്ലോ. അപ്പോൾ പുളിയുള്ള മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാങ്ങ കഷ്ണം ഒന്നും ഉടഞ്ഞു പോവില്ല. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ചൂട് വെള്ളത്തിൽ ഞാൻ മാങ്ങയിട്ട് പുളിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷമാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതാണ് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് കൈ കൊണ്ട് എടുക്കാനൊന്നും പറ്റില്ല, ഞാൻ സ്പൂൺ കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ആ മാങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് ഞാൻ മീനും ചേർത്ത് കൊടുക്കുന്നത്. അയലയാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അയല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാ മീനും ഒന്നും ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. ചിലപ്പോൾ അത് എൻ്റെ തോന്നലാവാം, പക്ഷേ എനിക്ക് അയല ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ വാള വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. വാള ഇങ്ങനെ വെച്ചാലും നല്ല കിടിലൻ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ മീൻകറി അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പിലേക്കൊന്ന് വന്നേക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഗ്യാസാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുക്കറിൽ ഇൻഡക്ഷൻ അടുപ്പിൽ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് ഇതുപോലെ തന്നെ സവോള ഒന്ന് വഴറ്റിയെടുക്കും. എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഇട്ട് ഞാൻ ചെയ്യാറ് ബീഫ്. വെളിച്ചെണ്ണയിൽ ഒന്ന് കടുക് പൊട്ടി കറിവേപ്പില ചേർത്ത് പിന്നെ നന്നായിട്ട് നമ്മുടെ സവോള ഒന്ന് വഴറ്റും. സവോള നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തൊന്ന് വഴറ്റിയെടുക്കും. അത് വഴറ്റിയെടുത്തതിന് ശേഷം വേണ്ട പൊടികൾ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ബീഫ് ഓൾറെഡി തിരുമ്മി വെച്ചിട്ടുണ്ടാവും. തിരുമ്മി വയ്ക്കാൻ എല്ലാ സ്പൈസസും ചേർത്ത് ഒന്ന് കൂട്ടി തിരുമ്മിയിട്ടുണ്ടാവും. ആ മാരിനേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്താൽ, ഇനി നാളികേരക്കൊത്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുക്കറിൽ ഒരു 2 അടി അടിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്കതൊന്ന് ഡ്രൈ ആക്കണമെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ ഒരു പരിപാടി കഴിയും കേട്ടോ. വേഗം ഞാൻ ജനലൊന്ന് തുറന്നിട്ടതാ. കാരണം നമ്മൾ അമ്മമാർക്ക് അല്ലെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്നവർക്ക് അറിയാമല്ലേ, ഏറ്റവും കൂടുതൽ വീട്ടിൽ ചൂടുള്ള സ്ഥലം കിച്ചൺ തന്നെയാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഫാൻ ഇടാൻ ധൈര്യമില്ലാത്തത്, നമ്മൾ ഈ ഗ്യാസ് അടുപ്പ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഫാനും കൂടി ആയാൽ തീയൊക്കെ പാളില്ലേ, അതുകൊണ്ട് അതും ധൈര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ജനലൊക്കെ തുറന്നിട്ട് കിട്ടുന്ന കാറ്റ് വെച്ചിട്ട് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നാളികേരത്തിൻ്റെ 1-ാം പാലും അതുപോലെ 2-ാം പാലും 2-ാം പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 1-ാം പാലും കൂടി ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കിടിലൻ എന്താ പറയുക നാളികേരപ്പാലൊഴിച്ച മീൻകറി കിട്ടും. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ തൃശ്ശൂരുകാർക്കും ഒക്കെ അറിയാം. അപ്പോൾ അല്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് വറവിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാം. അതെനിക്ക് നമ്മുടെ ഗീതേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഇപ്പം ഗീതേച്ചിയാണല്ലോ. ഗീതേച്ചി കാറ്ററിങ് നടത്തുന്നതാണല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞാണ് ഇത് വറവിടുന്ന സമയത്ത് ചെറിയ ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകം ഒന്ന് ചേർത്ത് പൊട്ടിച്ചെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കിട്ടിലൻ ടേസ്റ്റാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് വറവിടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചേച്ചി വെറുതെ പറഞ്ഞൊന്നുമല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ ആ വറവിടലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് വെച്ചത് ഞാൻ ഇന്നലെ കഴുകി ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് എടുത്ത് ഞാനിന്ന് കഴുകി തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ജയയുടെ അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ദിവസം 2 പാത്രത്തിലാക്കി വെച്ചിരുന്നാൽ ഒന്നൊന്ന് തൊടാണ്ട് നല്ല പോലെ ഇരിക്കും, നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും ആ ചോറ് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ. അല്ലാത്ത പക്ഷം പണ്ട് കുറുവയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കഴുകുമ്പോൾ കഞ്ഞിവെള്ളം പോലെയൊക്കെ വരും, ചിലപ്പോൾ അല്ലെങ്കിൽ തന്നെ ആ ഒരു വെള്ളം ക്ലിയർ വാട്ടറായിട്ട് കിട്ടിയില്ല. പക്ഷെ ഇത് നല്ല ക്ലിയർ വാട്ടറാണ്. നമ്മൾ ഈ ദിവസങ്ങളിലായാലും 1-2 ദിവസത്തേക്ക് ചോറ് വേവിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ചോറ് തിളപ്പിച്ച് ഊറ്റുന്ന സമയത്തേക്ക് മമ്മിയും ഇച്ചും വരുന്ന വഴി സുനുവിൻ്റെ ഇതുത്തുനെയും ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെയും കൂട്ടി വന്നു. അങ്ങനെ വന്നതിന് ശേഷം ഞങ്ങൾ മക്കൾ കുളി കഴിഞ്ഞ് വന്നു, ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ ഇരുന്നൊരു സിനിമ കണ്ടു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9:30 9:45 9:45 ഇരുന്നിട്ട് മമ്മീനെയും ഡാഡീനെയും എല്ലാവരെയും കൂട്ടിയിട്ടിരുന്ന സിനിമ കാണുമായിരുന്നേ. അപ്പോഴാണ് ഓർമ്മ വന്നേ. മമ്മി പറഞ്ഞു, മോളെ നമ്മൾ കൊണ്ടുവന്ന ചീര എവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ചീരയും കൂടെ ഒന്ന് തോരൻ വെക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും മമ്മിയും കൂടെ വേഗം ആ ചീര തോരൻ വെക്കണതിൻ്റെ പരിപാടികൾ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ ചീരത്തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ ഞാനിപ്പോൾ ആലോചിക്കും, ഞാൻ ഏതാണ്ട് ചീര കഴിച്ചു തുടങ്ങിയിട്ട് കൂടി വന്ന ഒരു 1 വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷമായിട്ടുള്ളൂ. എനിക്ക് ഇലക്കറി കഴിക്കാന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ മക്കളിപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ ആലോചിക്കാം. കാരണം അവരോട് ഞാൻ ഇലക്കറി കഴിക്കണതിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് ഘോരം വർത്തമാനം പറയുന്നവർ അമ്മ ഇത് കഴിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മി ഒരു പ്രാവശ്യം മൈസൂർ ചീര വെച്ച് തന്നത്. നമ്മൾ പ്രഷർ ചീര എന്നൊക്കെ പറയില്ലേ, ആ ചീര വെച്ചപ്പോൾ നല്ല ടേസ്റ്റ്. എന്നിട്ടാണോ ഇത്രയും നാളിത് കഴിക്കാതിരുന്നേ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പം ഞാൻ ചീരയൊക്കെ കഴിക്കും കേട്ടോ. ചീര കഴിച്ച് നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ കഴിക്കാതെ വേണ്ട, ഇഷ്ടമില്ല എന്ന് പറയില്ലേ, അത് വളരെ മോശമായ ഏർപ്പാടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യം കേട്ടോ, ഞാൻ കൂർക്ക കഴിക്കില്ല. എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കും, കൂർക്കയുടെ മണം പോരെ ഒരു പാത്രം ചോറുണ്ടായിരുന്നൊക്കെ. എനിക്കെന്തോ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. ശരിയാവും, ഇതുപോലെ തന്നെ ഒരു ദിവസം കഴിച്ച് നോക്കിക്കഴിഞ്ഞ് ഇതൊക്കെ ശരിയാവും. പിന്നെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ എനിക്കിഷ്ടമല്ല എന്ന് വെച്ച് മാറ്റി വെക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. കുട്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. മുതിർന്ന നമ്മുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ, നമ്മുടെ അല്ല അല്ലേ എൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ. അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് ഡാഡിക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ആ ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസിപ്ലിനില്ലേ, ഡാഡി മിലിറ്ററിയിലായിരുന്നു, ആ ഒരു ലൈഫിൻ്റെ ഡിസിപ്ലിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ ഡിസിപ്ലിൻ എനിക്ക് തോന്നാറുണ്ട്. നമ്മളങ്ങനെ കണ്ടുപഠിക്കുന്ന കുറേ ശീലങ്ങൾ നമ്മുടെ ലൈഫിലും ഫോളോ ചെയ്യുമ്പോൾ അതിങ്ങനെ പക്കയായിട്ട് പോകും. ആ ചീര സെറ്റായി വരുന്നുണ്ട്. ചീര സെറ്റായി വരുന്ന സമയത്ത് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനും കൂടെ വറുത്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയ ഞങ്ങളുടെ ഉച്ചത്തെ പരിപാടി എല്ലാം റെഡിയും സെറ്റുമാണ്. അങ്ങനെ വീട്ടിലുണ്ടായ ചീര കഴിക്കുമ്പോൾ, വിഷമില്ലാത്ത സംഭവങ്ങൾ കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇപ്പോൾ ഈ ചൂടത്ത് എൻ്റെ പച്ചക്കറികളൊക്കെ കരിഞ്ഞു പോവോ, ആ തൈയൊക്കെ ഇനി എന്താവും എന്നുള്ള ടെൻഷൻ ഒരു വഴിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ നാടൻ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറാവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവാം അല്ലേ. പൊതുവെ ഉച്ചയ്ക്ക് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു സമയം നോക്കുക. അങ്ങനെ നമ്മുടെ മീൻകറി, ബീഫ് റോസ്റ്റ്, അതുപോലെ ചോറ്, കാലത്തെ മുട്ട റോസ്റ്റ് കുറച്ച് ബാക്കിയുണ്ട്, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചീരത്തോരൻ, മീൻ വറുത്തത് എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് വിളമ്പി ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ. അങ്ങനെ ചോറുണ്ട് ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക. അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് നമ്മുടെ ഈ ദിവസങ്ങളിലെ സ്ഥിരം പരിപാടിയായ മണ്ണ് മാറ്റിയിടലാണ് ഇന്നും പരിപാടി. അതായത് ഇനിയും കൂടെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വോയിസ് കൊടുക്കുന്ന സമയത്തും കുറച്ചുകൂടെ മണ്ണിനെ നമുക്ക് മാറ്റാനുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഈ ചൂട് കാരണം നമുക്ക് ഒഴിവ് ദിവസം ഉണ്ടെന്ന് പറഞ്ഞാലും ഡേ ടൈമിൽ ഒന്നും നടക്കില്ല. മഴ വരുന്നതിന് മുമ്പ് മാറ്റുകയും വേണം. അങ്ങനെ കുറേശ്ശെയായിട്ട് മണ്ണ് ഞങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാമ്പഴം, കുറച്ചുകൂടെ മാങ്ങ പൊട്ടിക്കാനുണ്ട്. ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 5-6 എണ്ണം മാവിൻ്റെ ചോട്ടിലുണ്ടാവും. അത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലത്തെ പോലെ മാവിൻ്റെ ചോട്ടിൽ പോയി മാങ്ങ പെറുക്കുക. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഇച്ചു മാവിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. കുഞ്ഞു മാവാണ്, അതുകൊണ്ട് തന്നെ മാവിൻ്റെ മുകളിൽ നമ്മുടെ തോട്ടി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് മാങ്ങ പറിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ താഴെ എത്തി നോക്കി നിൽക്കുക. സൈഡിൽ നമുക്ക് കൈ കൊണ്ട് പറിക്കാവുന്നതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡാഡിയും മമ്മിയും ഇരുന്നിട്ട് ഇത് ഓരോന്ന് പറയുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മമ്മി കുളി കഴിഞ്ഞ് വന്നു. അപ്പോൾ 2 മമ്മിമാരും ഡാഡിയും. ഇവിടെ ഈ ഒരു ഫ്രെയിമിൽ ഒരാളുടെ കുറവാണ്, എൻ്റെ അപ്പ. ബാക്കി ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു മനസ്സിലൊരു നോവ് വരും. എന്നാലും ഇങ്ങനെ ഡാഡിയും മമ്മിമാരും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ വലിയ സന്തോഷം കേട്ടോ. സത്യത്തിൽ വീടിൻ്റെ നിറവ് കാരണവന്മാർ തന്നെയാണ്. അപ്പനും അമ്മയുള്ള കാലമാണ് എന്താ പറയുക, വലിയ സ്വർഗത്തിൽ പോലെ നമ്മൾ ജീവിക്കുന്നത്. അതൊരു മാറ്റമില്ല. അത് ഇല്ലാതാവുമ്പം കരഞ്ഞിട്ടോ പിന്നെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലല്ലോ. അങ്ങനെ മാമ്പഴം കുറച്ചൊക്കെ പഴുത്തത് തന്നെയാണ്, കുറച്ച് പഴുക്കാറായതാണ്. അപ്പോൾ പൊട്ടിച്ച് കൊണ്ടുവച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പഴച്ചക്ക ഉണ്ടായിരുന്നു. ആ പഴച്ചക്ക അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പഴുത്ത പോലെയാണ്. അപ്പോൾ അതൊന്ന് മുറിച്ച് എല്ലാവർക്കും ഒന്ന് പങ്കുവെക്കലാണ്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞ് ഒരു മുറി നമ്മളും എടുത്തു കഴിഞ്ഞാൽ അതും സന്തോഷം. കിട്ടുന്നത് പങ്കുവെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് വല്ലാത്തൊരു ഫീലല്ലേ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു ദിവസത്തെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.